ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അബുദാബിയിലെ നാഷണൽ അക്വേറിയം കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയി കാണും കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതാ ഉള്ളിൽ കയറി. ഗുണ്ടല്ല, ഇതിന്റെ മുകളിൽ ഇതാണ് മറ്റേ ഫീഗോ ഫിഷ്. അങ്ങനെയാണ് അത്. ഇത് നാട്ടിൽ ഫിഷ് ടാങ്കിലിടാൻ വേണ്ടി ചെറുതില്ല. കൊള്ളാം. ഇനി അടുത്ത പണിയാണ്, അടുത്ത പണി വയ്ക്കാം. പണിയെടുത്തിട്ട് പൊട്ടിക്ക് കൊള്ളാം. നൈസല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായി, ഞങ്ങൾ കളയാം. ഈ വാട്ടർഫോളിന്റെ സെറ്റപ്പ് സാൻഡാണ്. കള്ളന്മാരൊടിച്ചിരിക്കേണ്ട ഇത് കണ്ട ദീപന്മാരൊടിച്ചിരിക്കണത്. ഉള്ളില് ഇതന്നെ ഇതിനെ ഞാൻ പറഞ്ഞത് താഴെ പൊങ്ങിട്ട് നിൽക്കണ ടീംസ്. കൊള്ളാം, നിന്റെ സ്വഭാവം തന്നെ. ഇതാ ആ കറുത്തുണ്ട അവിടെ സാൻഡിക്കണ വെളുത്തിട്ട് ആ രണ്ടെണ്ണല്ല അവിടെ ഉണ്ട് പറഞ്ഞോ. അത് ബേബി ഷാർക്കിന്റെ കൊച്ചാ. ആ ഷാർക്കിന്റെ കൊച്ചന്റെ അകത്തുണ്ട്. ജീവനൊന്നും അറിയില്ല കേട്ടാ. ജീവുണ്ട് മോളെ അതിന്റെ അകത്ത്. ഷാർക്കിന്റെ കൊച്ചുങ്ങളല്ല. അതെങ്ങനെ ജീവൻ എപ്പോഴും ഉണ്ടാവണം? കണ്ട ചിറകുണ്ട് അവിടെ നെക്കിന്റെ അടിയിൽ. കണ്ട സാധനം അത് ചിറക, കഴുത്തിന്റെ അടിയിലുണ്ടാവും ചിറക്. തണുപ്പുണ്ട്. ഇവിടെ വോൾക്കാനിക് ഉണ്ടാക്കാൻ നോക്കാണ്.
പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കഫേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതല്ല മറ്റേ ഇങ്ങനെ വിരിയണ മനുഷ്യനെ മാത്രമേ വിഴുങ്ങുള്ളൂ, നിന്നൊന്നും വിഴുങ്ങില്ല. അത് നിന്റെ ജെനിസിസാ, അത് നിന്റെ ജെനിസിസാ. ഞാൻ തൊട്ടിട്ട് അത് വലിക്കത്തിട്ടോ. മൂടല്ലേ തവളയുടെ മുകളിൽ മൂടല്ലേ കണ്ണവിടെ മൂടും തിരിഞ്ഞിരിക്കണം, ഒക്കെ മൂടും തിരിഞ്ഞിരിക്കണം. അച്ചടാ ഇരിക്കണ ഇരിപ്പ് കണ്ട അവിടെ കൊരങ്ങാ കൊരങ്ങാ വെള്ളത്തിന്റെ ഉള്ളില്. പിന്നെ ഈ കാണുന്നത് ഒരു ഓപ്പൺ സ്പേസ് ആയിരുന്നു കേട്ടോ. ആ വെള്ളത്തിൻ്റെ അവിടം വരെ ഗ്ലാസ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ്. അത് കാരണം ഞാൻ അധികം അങ്ങോട്ട് അടുത്തേക്ക് പോയില്ല. വേറെന്തേലും സെറ്റപ്പ് വേണം. പിള്ളേർക്കുള്ളതാ ഇതറിയോ നിനക്ക്? എൻ്റെ ഡ്രസ്സ് വരച്ചായിരുന്നു കേട്ടോ നിങ്ങളെ കാണുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റാ. ആ ചിരി കണ്ടില്ലേ? അത് കഴിഞ്ഞ് എന്നെ അതിൻ്റെ താഴെ നിർത്തിയൊരു ഫോട്ടോ എടുത്തപ്പോൾ അവന് കിട്ടിയൊരു മനസ്സുഖം. അങ്ങനെ അവന് മാത്രം കിട്ടിയാൽ പോരല്ലോ, എനിക്കും കിട്ടണ്ടേ. കിടക്കണ കിടപ്പ് കണ്ട പൊടി മീനുകളാണോ? ഉള്ളിലൊരു ചെറിയ സ്റ്റോർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ജ്വല്ലറീസും ബാഗും ഒക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇവർ തമ്മിൽ എന്തോ മെസ്സേജ് കൈമാറിയതായിട്ട് എനിക്ക് മാത്രം തോന്നിയതാണ്. അത് കണ്ട് എനിക്ക് വല്ല മെസ്സേജ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചാടിപ്പോയി നിന്നതാ. മെസ്സേജ് പോയിട്ട് കൈ കാട്ടി വിളിച്ചിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല കുരിപ്പുകൾ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചിറങ്ങിപ്പോന്നു. ആ വിഷമം തീർക്കാൻ വേണ്ടി ഒന്ന് ഇരിക്കാൻ വേണ്ടി പോയതാ. അപ്പം ഉണ്ട് വെള്ളത്തിൽ നിന്ന് ഒരു കുരിപ്പ് കരയിലേക്ക് ഒരു ചാട്ടം. ഇനി അവിടെ വെക്കുന്നത് സേഫ് അല്ല. ക്യാമറ എടുത്തുകൊണ്ട് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. നടന്നോന്നറിയാണ്ട് ഇവിടെ ഒരാൾ മീനെണ്ണി കളിക്കുക. പിന്നെ ഞങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലായി ഗൈസ്, ചുറ്റും വെള്ളം. പിന്നെ ഈ വരണ മൂപ്പര് ഞങ്ങളെ നോക്കി എന്തോ കമൻ്റ് അടിച്ചിട്ട് പോയി. ചുണ്ടനക്കം കണ്ട് മനസ്സിലാവില്ല എന്ന് വിചാരം. ഇവിടെ വന്നപ്പോൾ ശരിക്കും കടലിൻ്റെ അടിയിൽ പോയൊരു ഫീലിംഗ് ആയിരുന്നു. അത്രയൊന്നുമില്ലെങ്കിലും അതുപോലൊക്കെ തന്നെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടാ. അത് കഴിഞ്ഞ് നല്ലൊരു വീഡിയോ കിട്ടാൻ വേണ്ടി ഒന്ന് റൊമാൻറ്റിക് ആവാൻ നോക്കിയതാ. പക്ഷേ അതോടുകൂടി എൻ്റെ മൂഡ് പോയി. പിന്നെ പൈസ കൊടുത്ത ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ അവരിതാ ഇതുപോലെ ചില്ലുംകൂട്ടിലാക്കി തരും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ കയറി. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും നൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് ലുലുവിലൊക്കെ കയറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.